ഹലോ, എല്ലാവർക്കും മാർജ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ ലാലേട്ടൻ ഫാൻസ്, നിങ്ങൾ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ? നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നില്ലേ? കഴിഞ്ഞ ഒരു 4-5 വർഷത്തോളം കേട്ട കളിയാക്കലുകൾ, ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ കേട്ട കളിയാക്കലുകൾ, അതായത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഒടിയന്റെ ആ ഒരു ലാലേട്ടന്റെ ആ ഒരു രൂപമാറ്റത്തിൽ നിന്ന് തുടങ്ങിയ സാധനമാണ്. അതിനുശേഷം ലൂസിഫറൊക്കെ വന്ന് ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ലെവലൊക്കെ അടിച്ചെങ്കിലും അവിടെ കൊണ്ടൊന്നും ഹേറ്റേഴ്സ് നിർത്തിയില്ല. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡിന് ശേഷം വന്ന ലാലേട്ടൻ സിനിമകളൊക്കെ നമുക്കറിയാം. ഏതൊക്കെ സിനിമയായിരുന്നു? പേര് പോലും മറന്നുപോയി. എലോൺ, മോൺസ്റ്റർ, പിന്നെന്താണ്, മരക്കാർ, അതേപോലെ തന്നെ മലൈക്കോട്ടെ വാലിബൻ പേഴ്സണലി ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ഈ ഒരു കംബാക്കിൽ നല്ല ആ ഒരു ഈസ്നെസ്, ലാലേട്ടൻ്റെ ആ ഒരു ആക്ടിങ്ങിൽ ഈസ്നെസ് തിരിച്ചു വന്നു എന്ന് എനിക്ക് തോന്നിയ, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് വാലിബൻ. പക്ഷേ ഹേറ്റേഴ്സിന് അതൊന്നും പോരായിരുന്നു. അതൊന്നും ഒന്നും അല്ലടേ എന്നുള്ളൊരു പഴയ മോഹൻലാൽ ഇനി തിരിച്ചു വരില്ല, ലാലേട്ടൻ ഫീൽഡ് ഔട്ടായി, മോഹൻലാൽ തീർന്ന് എന്ന രീതിയിലൊക്കെ പലതരത്തിലുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും, പക്ഷേ ഓരോ മോഹൻലാൽ ഫാനിനും അറിയായിരുന്നു ഒരു ദിവസം വരും, ഒരൊറ്റ പോസിറ്റീവ് റിപ്പോർട്ട് മതി ഈ കളിയാക്കലുകൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട്. ഓക്കെ, മോഹൻലാലിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് വിധി എഴുതിയ ആളുകൾക്കുള്ള ഒരു ഒന്നൊന്നര തിരിച്ചടിയാണ് 2 മാസം അല്ല 1.5 മാസത്തിന്റെ ഗ്യാപ്പിൽ ഒരു രണ്ട് ഫാൻ ബോയ് സംഭവങ്ങൾ വന്ന് കൊടുത്തിട്ട് പോയിരിക്കുന്നത്. എമ്പുറാൻ എന്ന സിനിമ വന്ന് ആദ്യം തന്നെ മലയാള സിനിമ ഇന്നേ വരെ ഇനി ഇടുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് റെക്കോർഡും കിട്ടി. 68 കോടിയോളം രൂപയെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ പറയുക ഒരു മലയാള സിനിമ നേടി. ഓക്കെ, അത് മോഹൻലാൽ ഫാൻസ് പോലും ശരിക്കും പറഞ്ഞ ആ ഒരു പ്രീ ബുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് 30 കോടി 35 കോടിയൊക്കെ ഫസ്റ്റ് ഡേ വരുമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് 68 കോടിയോളം രൂപയാണ് എമ്പുറാൻ എന്ന സിനിമ ഫസ്റ്റ് ഡേ. അവിടെ നിന്ന് മനസ്സിലാക്കണം മോഹൻലാലിന്റെ സ്റ്റാർഡം എത്ര താഴ്ന്നിരുന്നാലും എത്ര പടം അടുപ്പിച്ച് പൊട്ടിച്ചാലും അവിടെ എങ്ങും വീണു പോകുന്ന ആളല്ല മോഹൻലാൽ കേരളത്തിൽ എന്ന് അവിടെ കൊണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അതേപോലെ കേരളത്തിൽ നമ്മുടെ ലിയോ ഇട്ട് വെച്ച റെക്കോർഡൊക്കെ തൂക്കിപ്പറത്തി, അതും പ്രീസെയിൽ കൊണ്ടൊക്കെ തൂക്കിപ്പറത്തി 14 കോടിയോളം രൂപ റെക്കോർഡ് ഫസ്റ്റ് ഡേ കേരളത്തിൽ ഇടുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ മലയാളം സിനിമയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒടിയനായിരുന്നു. അതിലും നമ്മുടെ ലാലേട്ടനാണ്. ഇപ്പോൾ വേൾഡ് വൈഡ് എടുത്ത് നോക്കിയാലും മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. 20 കോടിയോളം രൂപയാണ് ഫസ്റ്റ് ഡേ ആയിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന റെക്കോർഡ്. അതിൻ്റെയൊക്കെ എത്ര ഇരട്ടിയുടെ 3 ഇരട്ടി കൂടുതലാണ് നമ്മുടെ എമ്പുറൻ ഫസ്റ്റ് ഡേ ഇട്ടത്. അവിടെ നമുക്ക് സ്റ്റാർഡം തിരിച്ചു പിടിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർഡം, ആ ഒരു ഒറ്റ ഫാൻ ബോയ് സംഭവം പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഫാൻ ബോയ് ഉണ്ടാക്കിയ എമ്പുറാൻ എന്ന സിനിമയിലൂടെ തിരിച്ചു പിടിച്ച് അവിടെ കൊണ്ട് നിർത്തിയില്ല. മഞ്ഞുമ്മൽ ബോയ്സ് വേൾഡ് വൈഡ് ആയിട്ട് ഇട്ട ആ ഒരു 200 കോടിയും കടന്ന് ആ ഒരു വേൾഡ് വൈഡ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ടാഗ് എമ്പുറാനിലൂടെ ലാലേട്ടൻ തിരിച്ചു പിടിച്ചു. പക്ഷെ അവിടെയും എന്തൊക്കെയോ മിസ്സിങ് ആയിരുന്നത്. ഇപ്പം പ്രീ ബുക്കിംഗ് ആയാലും പ്രീ സെയിൽ ആയാലും ഹവർലി ബുക്ക് മൈ ഷോയിലെ ഹവർലി ബുക്കിംഗ് ആയാലും ഇപ്പം ടോട്ടൽ ടിക്കറ്റ് സെയിൽ ആയാലും എല്ലാ റെക്കോർഡുകളും എമ്പുറാൻ സ്വന്തമാക്കിയെങ്കിലും എന്തോ ഒന്ന് അവിടെ മിസ്സിങ് ആയിരുന്നു. കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പറ്റാതെ പോയി. 2018 എന്ന സിനിമയാണ് ഇതുവരേക്കും കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് നമ്മുടെ ബുലുമുരുകൻ. ഓക്കെ, അപ്പോൾ ഇപ്പം തുടരും. ശരിക്കും പറഞ്ഞാൽ തുടരും ഇറങ്ങിയ സമയത്ത് അതൊരു നല്ല പടമായിരിക്കും എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരു ഇൻഡസ്ട്രി ഹിറ്റോളം ആ ഒരു പടം പോകും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും, ഞാനും നല്ല മിക്ക ലാലേട്ടൻ ഫാൻസും വിചാരിച്ച് കാണത്തില്ല. ഓക്കെ, തുടരും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു ഇൻഡസ്ട്രി ഹിറ്റും അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന രീതിയിലുള്ള ഒരു കൊലത്തൂക്കൊക്കെ ബോക്സ് ഓഫീസിൽ നടത്തുമെന്ന് ഒരു ലാലേട്ടൻ ഫാൻസും ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തുടരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ തന്ന ആ ഒരു സർപ്രൈസ് ആണ് ഇപ്പം ബോക്സ് ഓഫീസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എമ്പുറാനിൽ എന്ത് മിസ്സായോ അതിവിടെ തുടരും നേടിയിരിക്കുകയാണ്. കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രം 90 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യത്തെ സിനിമയായിരിക്കുകയാണ് നമ്മുടെ തുടരും. അത് മാത്രമല്ല 100 കോടി നേടാൻ പോകുന്നതും തുടരും തന്നെയാണ്. ഒരു 2-3 ദിവസത്തിന്റെ കാത്തിരിപ്പും കൂടെ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടാൻ പോകുന്ന സിനിമയായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മാറും. ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ 50 കോടി സിനിമ, അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമ, കേരളത്തിൽ നിന്ന് മാത്രം ആദ്യം നേടുന്ന 50 കോടി സിനിമ, ഓവർസീസിൽ നിന്ന് മാത്രം 50 കോടി നേടുന്ന ആദ്യത്തെ മലയാള സിനിമ, പിന്നെ ഇപ്പം 200 കോടി നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് നേടി, രണ്ടാമത് 200 കോടി നേടിയ നമ്മുടെ സിനിമ എമ്പുറാൻ, അതും ലാലേട്ടൻ സിനിമ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി അടിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി അടിക്കാൻ പോകുന്നു. അത് മാത്രമല്ല തുടരും വേൾഡ് വൈഡ് ആയിട്ട് 200 കോടി അടിച്ചിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, മലയാളത്തിൽ ഇതുവരെ 3 സിനിമകളാണ് 200 കോടി നേടിയിട്ടുള്ളത്.
ഒന്ന് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, രണ്ടാമത്തെ നമ്മുടെ എംപുറാൻ, മൂന്നാമത്തെ നമ്മുടെ തുടരും, 3-ൽ 2 നമ്മുടെ ലാലേട്ടൻ്റെ. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് 200 ഒരു മാസ ഗ്യാപ്പിലാണ് തുടർച്ചയായിട്ട് 200 കോടി നേടിയിട്ടുള്ളത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് 200 കോടി നേടിയിട്ടുള്ളത്, ഒരൊറ്റ സിംഗിൾ ലാംഗ്വേജ് പടം വെച്ചിട്ട് 200 കോടി നേടിയിട്ടുള്ളത് നമ്മുടെ തലപതി വിജയ്, അല്ലു അർജുൻ, പ്രഭാസ്, കൂടാതെ നമ്മുടെ സ്വന്തം ലാലേട്ടനുമാണ്. അപ്പോൾ അത്രത്തോളം ഉണ്ട് മോഹൻലാൽ എന്ന വ്യക്തിയുടെ സ്റ്റാർഡം. ഇപ്പോൾ ഹേറ്റേഴ്സിനെല്ലാം മനസ്സിലായി കാണുമല്ലോ, 1-2 പടം മോശമായി പോയി എന്ന് വെച്ചിട്ട് മോഹൻലാൽ അങ്ങനെ വീണ് പോകുന്ന ഒരു സ്റ്റാർഡം അല്ല കേരളത്തിൽ ലാലേട്ടനുള്ളത്. മോഹൻലാലിൻ്റെ ഒരു ഒറ്റ പോസിറ്റീവ് റിപ്പോർട്ട് മതി. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു ശീലമാണ്. ഓക്കെ, മലയാളത്തിൽ മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ശീലമാണ്. അതിനെയൊന്നും ആർക്കും എത്രത്തോളം ഹേറ്റ് ചെയ്തിട്ട് ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയാലും അതിന് മാറാൻ പോകുന്ന ഒന്നല്ല. ഇപ്പം ഏകദേശം റെക്കോർഡുകളെല്ലാം ലാലേട്ടൻ്റെ പേരിലാണ്. വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ റെക്കോർഡ്, അത് കണക്ക് കേരളത്തിൽ ഫസ്റ്റ് ഡേ, അത് കണക്ക് ഏറ്റവും കൂടുതൽ 100 കോടി, ഏറ്റവും കൂടുതൽ 200 കോടി, ഇനിയിപ്പം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി നേടാൻ പോകുന്നു. അങ്ങനെ ഒട്ടുമിക്ക റെക്കോർഡുകളും ഏറ്റവും കൂടുതൽ എന്താ പറയുക വേൾഡ് വൈഡ് ഇൻഡസ്ട്രീറ്റ്, കേരളത്തിൽ ഇൻഡസ്ട്രീറ്റ്, അങ്ങനെ ഒട്ടുമിക്ക റെക്കോർഡുകളും കേരളത്തിൽ ലാലേട്ടൻ്റെ പേരിലാണ്. ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്തിട്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ പഴയ ആ ഒരു ആക്ടിങ്ങിലെ ഈസിനെസ് ഉള്ള ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ തുടരും എന്ന സിനിമയിൽ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആ ഒരു പേഴ്സ് കിട്ടിയതിന് ശേഷമൊക്കെ ഉള്ള ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ എന്തൊക്കെയാണ് ചിലവന്മാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാലേട്ടൻ്റെ മുഖം അനങ്ങുന്നില്ല, താടി പഠിക്കുന്നില്ല, ഇനി ലാലേട്ടനെ അത്തരത്തിൽ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്തൊക്കെയാണടേ. ഒന്നുമില്ല, മോഹൻലാൽ വിചാരിച്ചാൽ ഇനിയും ചെയ്യാൻ കഴിയാത്ത ഒരു വേഷവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന ആക്ടറിന് തൻ്റെ ആക്ടിങ്ങിലെ എക്സലൻസ് കാണിക്കാനായിട്ട് ഒരു ആർട്ട് പടമോ അല്ലെങ്കിൽ ഒരു ഓഫ് ബീറ്റ് പടത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതേപോലെ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ മതി. ഇത് പണ്ടും ലാലേട്ടൻ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ലാലേട്ടൻ അങ്ങനെ തന്നെ. ഇപ്പൊ അഭിനയത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ കാണിക്കാനായിട്ട് ഒരു ഓഫ് ബീറ്റ് പടം, നമുക്കറിയാം വാനപ്രസ്ഥം പോലുള്ള ഒരു പടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ലാലേട്ടന് അതിന് ആവശ്യമില്ല. ഒരു കൊമേഴ്ഷ്യൽ പടം, ഒരു പക്ക കൊമേഴ്ഷ്യൽ പടത്തിൽ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ആക്ടിങ്ങിലെ എക്സലൻസ് ലാലേട്ടന് കാണിക്കാനായിട്ടും പുറത്തിറക്കാനായിട്ടും പറ്റും എന്നുള്ളതാണ് പല സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറുകളെ കാട്ടിയിട്ടും ലാലേട്ടനെ ഡിഫറൻ്റ് ആക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഇവിടെ തുടരുമെന്ന സിനിമയിൽ കൂടിയും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരുന്ന ആ ഒരു പഴി ഒരു കൊമേഴ്ഷ്യൽ പടം വെച്ചിട്ട് ആ പടം ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ലാലേട്ടൻ്റെ ആ ഒരു കിടിലൻ പെർഫോമൻസ് കാണാനും പറ്റി. ആ ഒരു പടം ബോക്സ് ഓഫീസിൽ നമ്മൾ ലൂസിഫറൊക്കെ വൻ കളക്ഷൻ നേടുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് തുടരും പോലെ ഒരു പടം ഒന്ന് ഇൻഡസ്ട്രി കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്ന കാഴ്ച, അതൊക്കെ ഏറ്റവും ഒരു ഫാൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം എന്തായാലും മലയാള സിനിമയിലെ മോഹൻലാൽ എന്താണ് ഏതാണെന്നൊക്കെ കുറേ നാളായിട്ട് ട്രോളി നടന്നവർക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതത്രേ ഉള്ളൂ. ഇനിയും തുടരും. ഇനി നമ്മുടെ ദൃശ്യം 3 വരുന്നുണ്ടെന്ന് പറയുന്നു, അതേപോലെ അമൽനീതി പടം വരുന്നുണ്ടെന്ന് പറയുന്നു. അത് ഒഫീഷ്യൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതേപോലെയൊക്കെ കിടിലൻ പ്രൊജക്റ്റ് ഇനിയും ഉണ്ട്. അപ്പം ഇത് ഇവിടം കൊണ്ട് തീരുന്ന ഒരു സംഭവമല്ല, ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും. അതുമാത്രമല്ല, മോഹൻലാൽ ഫാൻസിനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനായിട്ട് ഈ ഒരു വരുന്ന ബർത്ത്ഡേക്ക് നമ്മുടെ തല തിരിച്ചു വരുന്നുണ്ട്. ഛോട്ട മുംബൈ റിലീസ്, അതും കൂടി ആകുമ്പോഴത്തേക്കും മോഹൻലാൽ ഫാൻസിൻ്റെ സെലിബ്രേഷൻ വേറൊരു ലെവലിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനായിട്ടും കാത്തിരിക്കാം. നമ്മുടെ ഛോട്ട മുംബൈ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏത് തിയേറ്ററിലാണ് കാണാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഛോട്ട മുംബൈ എന്താ പറയുന്നത്, എനിക്ക് മിസ്സായതായിരുന്നു. സത്യം പറഞ്ഞാൽ ഛോട്ട മുംബൈ എന്ന പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നില്ല. അപ്പം അത് തിയേറ്ററിൽ വലിയൊരു ക്രൗഡിനൊപ്പം ഇരുന്ന് കണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്നെപ്പോലെ മിസ്സായവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഛോട്ട മുംബൈ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്റർ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആസ് എ ലാലേട്ടൻ ഫാൻ ഹാപ്പി പൊളിയടെ. അപ്പോൾ എന്തായാലും മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും. നമ്മൾ ഇത് ആഘോഷിക്കുന്നതും ആസ്വദിക്കുന്നതും തുടരും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.